മാസങ്ങൾക്ക് മുൻപ് വരെ ഒരു 10 വർഷക്കാലം കെ എം ഷാജി എന്ന കാളത്തുടിക മുഹമ്മദ് ഷാജി എപ്പോ കണ്ടാലും ഒരു ഫൈറ്റർ ഫോർമാറ്റാണ്. വാക്കിന്റെ എൻകൗണ്ടർ, വെല്ലുവിളികൾ, ആഹ്വാനങ്ങൾ, അണികൾ കോരിത്തരിക്കും, പ്രസംഗത്തിൽ തീപാറും. എപ്പോഴും ഒരു നേരിനുവാട പോരിനുവാട മസ്കുലിൻ സെറ്റപ്പാണ്. ലീഗിന്റെ യുവനിരയിൽ കണിശമായ രാഷ്ട്രീയം പറയുന്ന ഒരു കരുത്തൻ. ആ പ്രതിപക്ഷ നിരയിൽ നിന്ന് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആധികാരികം, സമഗ്രം ഒരു രാഷ്ട്രീയ നേതാവിന് എത്രത്തോളം മാറാൻ കഴിയുമെന്നതിന്റെ അക്കാദമിക് സ്പെസിമൻ കോപ്പിയാണ് ഒറ്റ മാസത്തിൽ ശ്രദ്ധേയമായ നിലപാട് മാറ്റങ്ങളിൽ വേങ്ങരയുടെ സാമാജികൻ. ഇതാരെ പറ്റിയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. കെ എം ഷാജി എന്ന് പറയുന്ന ലീഗ് വിറ്റ് ജീവിക്കുന്ന, സമുദായം വിറ്റ് ജീവിക്കുന്ന ലീഗിൻ്റെ കള്ളൻ, ആ ഒരു കള്ളനെ പറ്റിയാണ് ഈ ഹാഷ്മി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഇവിടെ എടുത്തു പറയുന്നത്. ഇവരടക്കമുള്ള ആളുകൾ ഈ കെ എം ഷാജി അനുകൂലിച്ചുകൊണ്ട് വലിയ രീതിയിൽ മെഴുകലൊക്കെ ഉണ്ടായിരുന്നാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. കെ എം ഷാജിയെ മാത്രമല്ല, ഇടതുപക്ഷത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പൂക്കി സർക്കാരിനെ മുഴുവനും ഒരു അംഗീകരിച്ചുകൊണ്ട്, അല്ല അവർക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ന്യായീകരണ തൊഴിലാളികളെ പോലെ പണിയെടുത്തിരുന്ന ആളുകൾ തന്നെയാണ് ഇവന്മാരെല്ലാം. അന്ന് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് വലിച്ചു കീറാനായിട്ട്, കഴുകനെ പോലെ കൊത്തി കീറാനായിട്ട് എന്തൊരു വ്യഗ്രതയായിരുന്നു. ഇന്നിപ്പോൾ എന്ത് പറ്റി ഹാഷ്മി തിരിച്ചു പറയേണ്ടി വന്നത്, തിരുത്തി പറയേണ്ടി വന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഹാഷ്മിയുടെ നിലപാട് കണ്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായൊരു കാര്യമുണ്ട്. ആരോടാണ് ഹാഷ്മിക്ക് അടുപ്പമെന്നും ആരുടെ ഒപ്പമാണ് ഹാഷ്മി നിലകൊള്ളുന്നതെന്നുമൊക്കെ നമുക്ക് ആ സമയത്ത് മനസ്സിലായതാണ്. നിങ്ങൾ വലിയ രീതിയിൽ മെഴുകി, വലിയ രീതിയിൽ ആഘോഷിച്ചു വിട്ട ആളുകൾ ഇന്ന് ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കണ്ടതുകൊണ്ടാണോ ഈ രീതിയിൽ സംസാരിക്കേണ്ടി വന്നത്? അതുകൊണ്ട് തന്നെയാണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരിങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ കൈയടിച്ചുകൊണ്ടും പടക്കം പൊട്ടിച്ചുകൊണ്ടും ആഘോഷിച്ച ഒരു കൂട്ടം ആളുകൾ ഇന്നിരുന്ന് വലിയ കരച്ചിലാണ്, വലിയ വിഷമത്തിലാണ്. എന്താ കാര്യം? ഇന്ന് വന്നിരിക്കുന്ന പൂക്കി സർക്കാർ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. പല വിഷയങ്ങളിലും, ബസ് തൊഴിലാളികളുടെ ആണെന്നുണ്ടെങ്കിലും, ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയമാണെന്നുണ്ടെങ്കിലും, വയനാട്ടിലെ ജനങ്ങളുടെ വിഷയമാണെന്നുണ്ടെങ്കിലും ആരെയും തിരിഞ്ഞു നോക്കുന്നില്ല പൂക്കി സർക്കാർ. ഇവരിന്ന് എന്തിന്റെ പിന്നാലെയാണ് ഓടുന്നത്? സംഘീവൽക്കരണത്തിന്റെ പിന്നാലെയാണ് സുഹൃത്തുക്കളെ, സംഘീവൽക്കരണത്തിന്റെ പിന്നാലെയാണ്. സംഘികൾക്ക് വേണ്ടി മെഴുകാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഈ വലതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഭരണപക്ഷം. 2026 സംഘികൾ കേരളത്തിൽ അധികാരത്തിലെത്തിയതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം കൊങ്ങികളാണ് വിജയിച്ചതെങ്കിലും സംഘികളാണ് ഇവിടുത്തെ ഭരണം നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടതിന് ശേഷം മരവിപ്പിച്ച് വെച്ചിരുന്ന PM ശ്രീ എന്ന് പറയുന്നൊരു പദ്ധതി, ആ പദ്ധതി അധികാരത്തിൽ വന്ന അടുത്ത ദിവസം തന്നെ അത് സാങ്ഷൻ ചെയ്ത്, അത് പ്രൊസീഡ് ചെയ്യുകയും അതിൻ്റെ ഫണ്ട് ഏറ്റുവാങ്ങുകയും ചെയ്ത് സംഘികൾക്ക് ആദ്യത്തെ ദിവസം തന്നെ കേരളത്തിനെ വിട്ടുകൊടുത്തു. അതിൻ്റെ മാറ്റങ്ങളൊക്കെ ആയിരുന്നു. MG സർവകലാശാല സെനറ്റിൽ അവിടുത്തെ അംഗങ്ങളായിട്ട് കയറിയത് 30 പേരിൽ 19 പേരും സംഘികളായിരുന്നു അത്രേ. അതിനുശേഷവും നമ്മൾ കണ്ടു, ഇന്നിപ്പോൾ വന്ന് നിൽക്കുന്നത് PMAY, പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കൂടിയും ലൈഫ് മിഷനിൽ കൂടിയും ഒക്കെ വരുന്ന വീടുകളുടെയൊക്കെ മുന്നിൽ ഒരു ചാപ്പ കുത്താൻ പോവുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ചാപ്പ, നരേന്ദ്രമോദിജി വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ചാപ്പ. ഇത് ഇത്രയും കാലം ഇവിടെ ഒരു വീടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2016 മുൻപുണ്ടായിരുന്ന കാലങ്ങളിൽ, അതായത് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയങ്ങളിൽ ഓരോ വീടുകൾ സർക്കാർ അനുവദിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള വീടുകളുടെയൊക്കെ മുൻപിൽ വലിയൊരു മഞ്ഞ കളറൊക്കെ അടിച്ച്, അല്ലെങ്കിൽ ഓറഞ്ച് കളറൊക്കെ അടിച്ചിട്ട് അതിനുള്ളിൽ സർക്കാരിൻ്റെ വീടെന്നുള്ള രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അധികാരത്തിൽ വന്ന സമയങ്ങളിലുള്ള ഏതെങ്കിലും ഒരു വീടിൻ്റെ മുന്നിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു സാധനം കാണിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഒരാൾക്കും സാധിക്കില്ല. കാരണം അങ്ങനെ വേണ്ട, ഒരാളുടെയും അട്ടിപ്പേർ അവകാശം അവിടെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യകതയില്ല. അത് അവർക്ക് അവകാശപ്പെട്ട വീടാണ്. ആ അവകാശപ്പെട്ട വീട് നമ്മൾ നിർമ്മിച്ചു നൽകി എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ കടമ. അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു. അതിൻ്റെ മുന്നിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തുവെന്നോ പിണറായി വിജയൻ ചെയ്തുവെന്നോ ഉള്ളൊരു സാധനം വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേണമെന്നുണ്ടായിരുന്നെങ്കിൽ 5 ലക്ഷം വീടുകൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ കൂടി നടപ്പിലാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത് നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്ത്, വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി 178 വീടുകൾ നൽകുമെന്ന് പറഞ്ഞ് 178 വീടുകൾ നൽകുകയും ചെയ്തിട്ട് ആ ഒരൊറ്റ വീടിന്റെ മുൻപിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഫോട്ടോയോ പേരോ ഒന്നുമില്ലല്ലോ. എല്ലാം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളാണ്, മെച്ചപ്പെട്ട സൗകര്യങ്ങളോട് കൂടിയ വീടുകളാണ് പണിത് നൽകിയിരിക്കുന്നത്. വെറുതെ ഒരു പഴി തീർക്കാനായിട്ട് എന്തൊക്കെയോ പണിഞ്ഞ് 4 കട്ട വെച്ച് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നൊന്നുമല്ല ആ വീടുകളൊന്നും. അവിടെ കയറി താമസിച്ച ആളുകൾ തന്നെ പറയുകയുണ്ടായി, ഈ വീടുകളുടെ ക്വാളിറ്റി ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സർക്കാർ ഇങ്ങനെ ചെയ്തു തരുമെന്ന്. അവരെടുത്തു പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനും ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയും അല്ലായിരുന്നു ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കിതൊന്നും കിട്ടില്ലായിരുന്നു, ഇതൊന്നും സാധ്യമാവില്ലായിരുന്നു എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഹാഷ്മിയുടെ ആ രോഷം, അല്ലെങ്കിൽ ഹാഷ്മിയുടെ വിഷമം
കരച്ചിൽ. ബാക്കി നമുക്ക് കേട്ടു നോക്കാം. ഹാഷ്മി എന്തായാലും ഷാജിയാണ് വലിച്ചു കീറുന്നത്, അതുകൊണ്ട് തന്നെ ഇതൊരു വിഷമമല്ല. ഇത് കിട്ടേണ്ട മറുപടി അല്ലെ കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഗാന്ധിയും നെഹ്റുവിനെയും ഇറക്കിവിട്ട RSSന്റെ സാഫ്രൺ സിലബസ് എവിടെ ഇട്ട് കത്തിക്കും, കൊട്ടയിലെറിയും, കല്ലുകെട്ടി താഴ്ത്തും എന്നൊക്കെ മെഗാട്ടൺ കുതിരശക്തിയിൽ ആഞ്ഞു തള്ളിയ നേതാവ് പറഞ്ഞു നാക്ക് വായിലോട്ടിട്ടതേ ഉള്ളൂ. അധികാരലബ്ധി, മന്ത്രിസ്ഥാനം. ഏതാനും നാളുകൾക്കുള്ളിലാണ് രാഷ്ട്രീയ നിലപാടുകൾ മലക്കം മറിഞ്ഞ് ക്ലാസിക്കൽ മറിച്ചടി. ഇന്നിപ്പോ പാവങ്ങളുടെ വീടുകൾക്ക് മുന്നിൽ അവരുടെ അഭിമാന ബോധത്തിൽ ആ സൗജന്യത്തിന് നിത്യസ്മാരകമായി ചാപ്പയടിച്ചു വെക്കാൻ പറയുന്ന ഒരു ലോഗോയും പൊക്കിപ്പിടിച്ച് മന്ത്രി അരാഷ്ട്രീയ പരിഹാസ ചോദ്യമാണ്. ഈ ലോഗോയിൽ ആരുടെയെങ്കിലും മുഖം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. ആ ലോഗോയിലേക്ക് നോക്കിയാൽ വ്യക്തമായും കാണാം സംസ്ഥാനങ്ങളുടെ ഗതികേട് മുതലെടുക്കുന്ന ഒരു ഫെഡറൽ വിരുദ്ധ പണി. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ പേരിൽ കിട്ടുന്ന ടാക്സ് വെട്ടിക്കുറവിന്റെ ശിക്ഷ, അങ്ങേയറ്റം കാരുണ്യമില്ലാതെ നിയമവിരുദ്ധമായി പിടിച്ചുവെക്കപ്പെടുന്ന കോടിക്കോടി ഫണ്ടുകൾ, അത് കിട്ടാൻ അടിച്ചേൽപ്പിക്കുന്ന സംസ്ഥാന വിരുദ്ധ ഉപാധികളിൽ കൊട്ടിപ്പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നഗരത്തിൽ ഒരു വീട് വെക്കാൻ കൊടുക്കുന്നത് എത്രയാ? 1.5 ലക്ഷം രൂപ. ഗ്രാമത്തിൽ 72,000. യുപിയിലും ബീഹാറിലും പറ്റിയെങ്കിൽ കേരളത്തിൽ 72,000 ഒരു കാക്കക്കാലിൽ ഷെഡ് വെക്കാൻ പറ്റുമോ? എന്നിട്ട് എന്തോന്ന് ലോകം എന്തിനു വേണ്ടിയാണ് സാഹിബ് കേന്ദ്രത്തിന് വേണ്ടി വെള്ളയടി? അറബിക്കടലിൽ മുസല്ലേറ്റ് നിസ്കരിച്ചാലും RSSുമായി സന്ധിയില്ല എന്ന് പ്രസ്താവിച്ച് CH പറഞ്ഞോ? കായികമില്ലെന്ന് പറഞ്ഞോ? അധികാരത്തിലേക്ക് എത്തിയ അടിസ്ഥാന രാഷ്ട്രീയം മറക്കുന്ന ഈ പൊളിറ്റിക്കൽ അംനീഷ്യ ഏത് സർക്കാർ പദ്ധതി പ്രകാരമാണെങ്കിലും ആ കിടപ്പാട് അവന്റെ അവകാശമാണ്. ആ അവകാശത്തിന് മണ്ടക്ക് ഏതെങ്കിലും ഔദാരിച്ചാ പേടിക്കാൻ അത് മോഡിയാണെങ്കിലും ഷാജിയാണെങ്കിലും ഇന്നാട്ടിൽ നടപ്പില്ലേ കേരളത്തിന്റെ അടിമവിരുദ്ധ പോരാട്ടങ്ങൾ സാക്ഷ്യം. ഈ അടിമവിരുദ്ധ പോരാട്ടങ്ങൾ നടത്തിയതൊന്നും പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടായിരിക്കുന്നതിന് മുൻപുള്ള സമയങ്ങളിലല്ല. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന സർക്കാർ തന്നെയാണ്, അല്ലെ പിണറായി വിജയൻ അടക്കമുള്ള ഒരു സർക്കാർ തന്നെയാണ് ഈ പറയുന്ന അടിമത്തത്തിനെതിരെ പോരാടിയത്. മതേതരത്വം മുന്നിൽ കണ്ട് മതേതരവാദികളായി ജീവിച്ചിരുന്ന ഒരാളുകൾ തന്നെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ. മതേതരം മുന്നിൽ കണ്ട് മതേതരരായിട്ട് ജീവിച്ച് ഈ നാട്ടിൽ ഭരിച്ചിരുന്ന ഒരാളുകൾ തന്നെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ. നമ്മളെപ്പോലെ ജനങ്ങളിൽ ഒരാളായിട്ട് തന്നെ മാറാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന ഏകഛത്രാധിപതിയായിട്ടിരിക്കാൻ പോകുന്ന VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തിനൊക്കെയാണ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്? സംഘികളുടെ മെഴുകലുകൾ കേരളത്തിലേക്ക് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട്, സംഘികൾക്ക് മെഴുകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്ലാറ്റ്ഫോം കൊടുത്തിരിക്കുകയാണ്. വേറെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മഹാത്മാഗാന്ധിയെ താഴെ ഇറക്കുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന പാഠപുസ്തകങ്ങളിലേക്ക് ഇവരെ രണ്ടുപേരെയും കയറ്റിക്കൊണ്ടുവരും, ഞാൻ വലിയ മറ്റതുണ്ടാക്കും, പ്രധാനമന്ത്രിയും CPIM-ഉമായിട്ട് അല്ലെങ്കിൽ CPM-ഉമായിട്ടുള്ള ഡീല് വലിച്ചു കീറി അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആരാണ്? ഈ പറയുന്ന KM ഷാജി തന്നെ. സമുദായം വിറ്റ് ജീവിക്കുന്ന പൂക്കിക്കള്ളൻ അല്ലെ ലീഗ് കള്ളൻ തന്നെയാണ് ഈ ഒരു വർത്തമാനം പറഞ്ഞത്. എന്നിട്ട് ഇന്ന് അധികാരത്തിൽ വന്ന സമയത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ പലതും പറയും, അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ അതിലൊക്കെ മാറ്റം വരുത്തും. ഞങ്ങൾ അങ്ങനെയാണല്ലോ, വാക്കുകൾക്ക് സ്ഥിരതയില്ലാത്ത, നിലപാടുകൾക്ക് വ്യക്തതയില്ലാത്ത, പേരെടുത്ത് പറയാൻ ഒരാൾ പോലും ഇല്ലാത്ത ഒരാളാണല്ലോ ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും പറയാതെ, ഞങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും, ഒരു പാർട്ടിയും, ഒരാളും, ഒരു മാധ്യമ പ്രവർത്തകരും വരില്ല. കാരണം എല്ലാത്തിനും കാശ് കൊടുത്ത് ഞങ്ങൾ മേടിച്ചു വെച്ചിരിക്കുക. ആകെ പ്രതികരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. പിന്നെ പലരും പറയുന്നുണ്ട് അധികാരത്തിൽ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ, കുറച്ച് സമയം കൊടുക്കുക, അവർക്കൊന്ന് ശരിയായി വരട്ടെ എന്നുള്ളത്. ഈ ഒരു അധികാരത്തിൽ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, കുറച്ച് സമയം എടുക്കട്ടെ, സംഘികൾക്ക് മെഴുകാനായിട്ട് അവസരം പിന്നീട് കൊടുക്കാമെന്ന് എന്തേ നിങ്ങളുടെ പൂക്കി സതീശൻ അടക്കമുള്ള ആളുകൾ വിചാരിച്ചില്ല? എന്തേ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പെടുത്തില്ല? വന്ന ഉടനെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറയുന്ന ഈ ഒരു ഇരട്ടത്താപ്പും ഡബിൾ ഫാദർ സിൻഡ്രോം ഉണ്ടല്ലോ, എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്കോട് മനസ്സിലാവുന്നില്ല സാർ. ഇനി ഇതിന് KM ഷാജിയുടെ ഒരു മെഴുകലുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു എംബ്ലം കുത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെ എംബ്ലം അടിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് മറുപടിയുമായിട്ട് മാത്തു സജിയും രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ വീഡിയോ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് എംബ്ലം വെക്കണം, എംബ്ലം വെക്കുന്നതിൽ തെറ്റില്ല. ഞാൻ 2 കാര്യങ്ങളോട് ചോദിക്കാം. ഈ അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ചാനലുകളിൽ നിന്ന് വന്നിട്ടുള്ള കമന്റ്സുകളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ 5 ലക്ഷം വീട് കൊടുത്തു എന്നുള്ള കണക്കാണ് നിയമസഭയിൽ കൊടുത്തത്. 5 ലക്ഷം. ഈ 5 ലക്ഷം വീടുകളിലും ഇടതുപക്ഷം അവരുടെ ഒരു ലേബൽ അടിച്ചിട്ടുണ്ടെന്നാണ് KM ഷാജി പറയുന്നത്. ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തെളിയിച്ച് കാണിക്കണം മോനെ KM ഷാജി എന്ന് ഞങ്ങൾ എടുത്തു പറയുകയാണ്. അപ്പോൾ ഇതിൽ KM ഷാജിക്ക് ഒരു മറുപടി എന്നോണം തന്നെയാണ് മാത്തു സജി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മാത്തു സജി പറയുന്നത് ഒരു വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. ലൈഫ് മിഷനിൽ അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയുമായി ബന്ധപ്പെട്ടൊക്കെ വീടിന് അപേക്ഷിക്കുന്ന മനുഷ്യർക്ക്
ഒരു പക്ഷേ ആയിരങ്ങളുടെ കടമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന് ലക്ഷങ്ങളുടെ വിലയുണ്ടാകും. അവർ അഭിമാനത്തിന് വില പറയാൻ കഴിയുന്നതായിരിക്കും ഓരോ കൈവായ്പയും എന്നത് നമ്മൾ കണക്ക് കൂട്ടിയെടുത്തുണ്ട്. അവന്റെ വീടിന് മുന്നിലാണ് അറക്കാൻ പോകുന്ന മാടിന്റെ പുറത്ത് കുത്തിവെക്കുന്ന പോലത്തെ ചാപ്പ കുത്തിവെക്കുന്നത്. ഇത് സൗജന്യം കിട്ടിയതാണ് എന്ന് വിളിച്ചു പറയുന്നത്. അവന്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് മുന്നിൽ ഈ ചാപ്പയുണ്ടാകും എന്നതൊരു പ്രശ്നമാണ്. വീട്ടിലേക്ക് വിവാഹാലോചനയ്ക്ക് വരുന്ന ആളുകൾക്ക് മുന്നിൽ അവരെ ക്ഷണിക്കാൻ ഈ ചാപ്പയുണ്ടാകും എന്നത് പ്രശ്നമാണ്. അപ്പോൾ ഇല്ലാത്തവന്റെ ബുദ്ധിമുട്ടുകൾ, കോടികളുടെ ആസ്തി ഉണ്ടാവുകയും ഒരു കടവും, 1 രൂപയുടെ കടവും ഇല്ലാത്തവർക്ക് മനസ്സിലാകണമെന്നില്ല. അവിടെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അവരുടെ വീടാണ്, അവകാശമാണല്ലോ, ഔദാര്യമല്ല, ഇത് അവരുടെ വീടാണ്. ഞാൻ ലൈഫ് മിഷനിൽ അറക്കാൻ കൊണ്ട് നിർത്തിയിരിക്കുന്ന അറവ് മാടിന്റെ മുതുകിൽ ചാപ്പ കുത്തുന്നത് പോലെയാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ, അല്ലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളുടെ വീടിന്റെ മുന്നിൽ ഈ PMAY എന്ന് പറയുന്ന ഒരു സാധനവുമായിട്ട് ചാപ്പ കുത്താനായിട്ട് പോകുന്നതെന്നാണ് മാത്തുസജി പറയുന്നത്. വളരെ കൃത്യവും വ്യക്തമായിട്ടുള്ളൊരു മറുപടി തന്നെയല്ലേ മാത്തുസജി പറഞ്ഞിരിക്കുന്നത്. KM ഷാജി വലിയ രീതിയിൽ സംഘികൾക്കെതിരെ സംഘടിതമായിട്ട് പോരാടുമെന്ന് പറഞ്ഞ ഒരു പോരാളിയാണ് ഇന്ന് വന്നിട്ട് ഈ പറയുന്ന പരിപാടി കാണിക്കുന്നത്, സംഘികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കളിക്കുന്നത്. ഇതിനൊക്കെ ആരാണ് മറുപടി കൊടുക്കുക? ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ ഒരൊറ്റ ഒരാളെ ഇവിടെ ഉള്ളൂ, പിണറായി വിജയൻ തന്നെ. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതിൽ വലിയ വിമുഖത ഇവർക്ക് ഉണ്ടായിരുന്നതും അതിനു വേണ്ടിയിട്ടും വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പല കളികൾ ഇവന്മാർ കളിച്ചതും. അന്നും ഹാഷ്മി ഈ പറയുന്ന ഇവന്മാരോടൊപ്പം കൂട്ടിനുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇതേ ഹാഷ്മിക്ക് ഇതേ രീതിയിൽ തിരിച്ചു പറയേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭരണത്തിലിരിക്കുന്ന അധികാരികൾ വെറും നാറിയ പരിപാടിയാണ് കാണിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത് കാലം കൊടുക്കുന്ന മറുപടിയാണ്. നന്ദികേട് കാണിച്ച, നെറികേട് കാണിച്ച ഈ നാട്ടിലെ വൃത്തികെട്ട ജനങ്ങൾക്ക് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമല്ല. ഞാൻ അടങ്ങുന്ന വൃത്തികെട്ട ജനങ്ങൾ, അല്ല ഞാൻ മാത്രം നല്ലവരും ബാക്കിയുള്ളവർ മോശമെന്നല്ല പറയുന്നത്, ഞാൻ അടങ്ങുന്ന ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് കിട്ടിയ വലിയ തിരിച്ചടി തന്നെയാണ്. പിണറായി വിജയൻ തന്നെയായിരുന്നു ശരിയെന്നെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.